നോക്കൂ ശ്രീ വേണു, അതായത് ഞങ്ങൾ ഭരിച്ച കാലത്ത്, അതായത് LDF ഭരിച്ച കാലത്ത് 2 ഘട്ടങ്ങളിലായിട്ട് 144 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര പേരെ പിരിച്ചുവിട്ടു എന്ന് ചോദിക്കുകയാണ്. UDF ഭരണകാലത്ത് പോലീസിൽ ക്രിമിനലുകൾ കുറവായിരുന്നു എന്നാണ് അതിന്റെ ഉത്തരം. ഇതുപോലെ ക്രിമിനലുകൾക്ക് വളം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അവർ പിരിച്ചുവിടുമായിരുന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് ഒരു KJ ജോസഫ് ആയിരുന്നു DGP. അന്ന് ആന്റണി പരിപൂർണ സ്വാതന്ത്ര്യം DGPക്ക് കൊടുത്തു. അതായത് സ്ഥലമാറ്റ കാര്യത്തിലും രാഷ്ട്രീയ ഇടപെടലും പാടില്ല എന്ന് പറഞ്ഞു. മലബാർ കലാപം, നാദാപുരം, വടകര, കൂത്തുപറമ്പ് തുടങ്ങിയ എല്ലാ കലാപങ്ങളും അടിച്ചമർത്താൻ കഴിഞ്ഞു. പിന്നീട് ഹോർമിസ് തരകൻ വന്നു, നല്ല DGP ആയിട്ട് ഭരിച്ചു. അപ്പൊ പോലീസിൽ ക്രിമിനലുകൾ ഇല്ലാതാകുമ്പോൾ പിരിച്ചുവിടൽ കുറയും. അതുകൊണ്ട് ക്രിമിനലുകൾ കൂടിയാൽ പിരിച്ചുവിടും. ഇവിടെ ക്രിമിനലുകൾ കൂടി, അതാണ് അതിന്റെ ഉത്തരം. അതിൽ ആരും സംശയമില്ല. ഇപ്പൊ ഈ 2ാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പൊ കുന്നംകുളത്ത് തന്നെ 4 പേരായി. മൊത്തം കേരളത്തിൽ ഇപ്പൊ തന്നെ എടുത്ത എത്ര? അല്ലല്ല, ശ്രീകുമാർ, അങ്ങ് ദീർഘകാലം മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അങ്ങേക്ക് നല്ല രാഷ്ട്രീയ ഓർമ്മശക്തിയുമുള്ള ആളാണ്. ഇന്ന് നിയമസഭയിലെ ചർച്ചകളും അങ്ങ് കണ്ടിട്ടുള്ളതാകും. ആലപ്പുഴയിൽ നബിദിന റാലിക്ക് നേരെ ഉണ്ടായ വെടിവെപ്പ്, 2 പേർ അവിടെ 2 പേരുടെ ജീവൻ പൊലിഞ്ഞു വീണത്, മുത്തങ്ങയിലെ ജോഗിയുടെ വെടിവെപ്പ്, അല്ലേ? ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ശിവഗിരി സംഭവം ഇതിന് പഴയ കാലങ്ങൾ മുഴുവൻ എടുക്കുന്നുണ്ടായിരുന്നു. മണ്ടോടി കണ്ണന്റെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജലീലാണെങ്കിൽ വാര്യംകുന്നത്തിൻ്റെ കാര്യം വരെ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാലഘട്ടങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലമായാലും പിന്നീട് ഈ പറയുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷമുള്ളതായാലും കേരളത്തിൽ ഭരിക്കുന്ന ഘട്ടത്തിലായാലും അതൊക്കെ എന്തേ അങ്ങ് കാണാതെ പോകുന്നു? സിറാജുന്നിസയുടെ വധം, ഇതൊക്കെ ഉണ്ടല്ലോ. വേണു, അതായത് ഇപ്പോൾ എത്ര വർഷം ഭരിച്ചു എന്നുള്ളതല്ല, ആരാണോ ഇപ്പോൾ പോലീസിനെ ഭരിക്കുന്നത് ആ ആളോടെ പോലീസിന്റെ മർദ്ദനത്തെ കുറിച്ച് പറഞ്ഞാൽ അതിന് നടപടി എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അല്ലാതെ 1947 ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് പറയുകയല്ല. കാരണം കേരളത്തിലെ എന്തുകൊണ്ടാണ് 1980 കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന പരീക്ഷണം പരാജയപ്പെട്ടത്? CPMന്റെ പോലീസ് സംവിധാനമായിരുന്നു. അതിനുശേഷം CPM ഓരോ ഘട്ടത്തിലെ എങ്ങനെയൊക്കെ പരാജയപ്പെട്ടു. അന്നൊക്കെ പോലീസ് നയത്തിന്റെ പ്രശ്നമുണ്ട്. ഇവരെ ഉദയകുമാർ കൊലക്കേസ് നടന്ന കാലത്ത് അന്ന് ഇവർ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരൊറ്റ പോസ്റ്റർ ഇറക്കിയുള്ളൂ, ഉദയകുമാറിന്റെ അമ്മ കരയുന്ന ചിത്രം. ആ ചിത്രം വെച്ച് വോട്ട് പിടിച്ചിട്ടാണ് 2006 അധികാരത്തിലേത് 2011 വരെ. ഇന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ എന്താ? 2006 തൊട്ട് 11 വരെ, 11 തൊട്ട് 16 വരെ 5 വർഷമേ കേരളത്തിലെ പോലീസ് വലിയ പ്രശ്നമായിരുന്നു എന്നാ പറഞ്ഞത്. 16 ശേഷം ഇതുവരെ ക്ലിയർ ആണെന്ന്. ഇതൊക്കെ പറയുമ്പോൾ ജനങ്ങളെ വിശ്വസിക്കില്ല. വേണു, ഒരു കാര്യം ഞാൻ പറയാം. വേണു പറഞ്ഞു ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തത് വലിയ മഹാകാര്യമാണെന്ന്. ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അതായത് ഒരു ഗവൺമെന്റിനെ പിന്താങ്ങുന്ന ഭരണകക്ഷി അംഗങ്ങൾക്ക് അവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയോ ബാധ്യതയോ ഇല്ലെങ്കിൽ എന്തും പ്രതിപക്ഷത്തിനെതിരെ വിളിച്ചു പറയാനുള്ള ഒരു അവസരമാണ്. ഞാൻ മഹാകാര്യമെന്ന് പറഞ്ഞില്ല, അതൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടിയാണ്. അല്ല, അത് രാഷ്ട്രീയ നീക്കം. ഇത് ഇവർ വന്നപ്പോ തൊട്ട് ഈ രാഷ്ട്രീയ നീക്കം കൊണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കാറുണ്ട്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായി ഇതിന് മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുന്ന, നേരിട്ട് ഉത്തരവാദിയാകുന്ന ഒരു സന്ദേശം അതിലൂടെ വരും. അത് വേണ്ട. ഇന്നലെ മുന്നണി യോഗത്തിൽ 40 മിനിറ്റ്, ഇന്ന് 2 മണിക്കൂർ 40 മിനിറ്റ് നീളുന്ന ഇതിലും ചർച്ചയിലും അദ്ദേഹം ഏതാണ്ട് മുക്കാൽ മണിക്കൂറിനോട് അടുപ്പിച്ച് അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. പക്ഷേ മുഴുവൻ മുന്നണിയും കൂടെയുണ്ട് എന്ന രാഷ്ട്രീയ സന്ദേശത്തോടെ. നോക്കൂ വേണു, അതാ ഞാൻ പറഞ്ഞത്, അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കുക എന്നുള്ള LDFന്റെ ഒരു നയമാണ്. ആ നയത്തിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള ഒരു വാഴ്ത്തുപാട്ടോടെ നടക്കണം. അത് ഓർമ്മയുണ്ടല്ലോ, മുഖ്യമന്ത്രിയെ വേണ്ടത്ര രീതിയിൽ മന്ത്രിമാർ പിന്താങ്ങില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സ്പീക്കറെ നോക്കിയിട്ട്, മിസ്റ്റർ ഷംസീറിന്റെ സ്പീക്കറെ നോക്കിയിട്ട് സ്പീക്കർ ഇത് കാണുന്നില്ലേ ഈ തോന്നിയവാസം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞൊരു മുഖ്യമന്ത്രിക്ക് അടിയന്തര പ്രമേയം അതിന്റെ ചർച്ചയൊന്നും വിഷയമല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഒരു CCTV ദൃശ്യ സഭയുടെ മുമ്പിലുണ്ട് കുന്നംകുളത്ത്. അവിടെ ആ ദൃശ്യത്തിൽ പറഞ്ഞ പോലീസുകാരെ എല്ലാവരും പറഞ്ഞു, മൊത്തം നാട് പറഞ്ഞു, ഈ CPM അവരുടെ അനുഭാവികളും ഒഴിച്ച് എല്ലാവരും പറഞ്ഞു അത് തെറ്റായ നടപടിയാണ് പോലീസ് ചെയ്തതെന്ന്. അപ്പൊ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പം ആ സുജിത്തിന്റെ 15 കേസ് പറഞ്ഞു. രാഷ്ട്രീയ കേസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് അന്തസ്സുണ്ടായിരുന്നു. സുജിത്തിനെതിരെ 11 രാഷ്ട്രീയ കേസുകളുണ്ട് എന്ന് പറഞ്ഞത് അന്തസ്സുണ്ടായിരുന്നു. കാരണം ഏതൊരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയമായി കേസുണ്ടാകുന്ന നല്ല കാര്യമായിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. കാരണം വെറുതെ ഇരുന്ന കേസുണ്ടാവില്ല, എവിടെയെങ്കിലും ഒളിച്ചിരുന്ന രാഷ്ട്രീയ കേസുണ്ടാവില്ല. ഒരു വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസുണ്ടായിരിക്കും.
അത് ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കൊണ്ടുവന്ന എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, കുട്ടിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ആ രാഷ്ട്രീയ കേസ് എന്ന് പറയേണ്ടത് അതാണ് മാന്യത. അതൊന്നും പറഞ്ഞില്ല, പോട്ടെ. പിന്നെ ഇവരുടെ പോലീസ് നയത്തെ കുറിച്ച് ഇവർ ആദ്യം ചിന്തിക്കണ്ടേ? ഇന്ന് MAB പറഞ്ഞ എന്താണ് ഒറ്റപ്പെട്ട സംഭവം, മറ്റുള്ളവരൊക്കെ പറഞ്ഞ എന്താണ് ഒറ്റപ്പെട്ട സംഭവം. മാവോയിസ്റ്റുകളെ ഉത്തരേന്ത്യയിൽ വെടിവെച്ചു വന്നപ്പോൾ അന്ന് CPM പോളിറ്റ് ബ്യൂറോ പ്രമേയം പാസ്സാക്കി മാവോയിസ്റ്റുകളെ വെടിവെച്ചു വന്നാൽ ശരിയായില്ല, ചർച്ച ചെയ്യണമെന്ന്. കേരളത്തിൽ 8 പേരെ കൊന്നപ്പോഴോ ഈ പിണറായി ഭരണകാലത്ത്? അപ്പൊ ഇവർക്കൊരു പോലീസ് നയമൊന്നും ഇല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ പോലീസിനെ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം പോലീസിലെ CPM ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ പോലീസിന് CPMന്റെ ഒരു അംശമുണ്ട്, ആ അംശമാണ് നിയന്ത്രിക്കുന്നത്. ആ അംശം എവിടെയൊക്കെയാണ്? താഴെ അങ്ങനെയെങ്കിൽ 144 വരെ പുറത്താക്കുമോ ശ്രീകുമാർ? സംരക്ഷിക്കുകയല്ലേ ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്. ഇത് എങ്ങനെ പുറത്തായത്? എങ്ങനെയാ? ഓരോ അന്വേഷണം വന്നിട്ട് ഗത്യന്തരമില്ലാണ്ട് പുറത്തായതാണ്. ഇതിപ്പോ ഈ CCTV ദൃശ്യം വന്ന കുന്നംകുളത്തെ അവരെ പുറത്താക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കോടതിയിൽ ഇടപെടും. ഹൈക്കോടതിയിൽ പ്രശ്നം ഇടപെടുമ്പോ ഇവിടെ എന്ത് ചെയ്യും? ഈ CCTV ദൃശ്യം നുണയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് തെളിവ് വരുമ്പോൾ പുറത്താക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ക്രിമിനലുകൾ എന്തുകൊണ്ടാണ് പോലീസിൽ വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ, പക്ഷേ രാജ്യത്ത് തന്നെ നടാടെയാണ് ഇങ്ങനെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഈ സംവിധാനമൊക്കെ ഏർപ്പെടുത്തലാണ് എങ്കിലും ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ആദ്യമാണ്. ഔസേപ്പാണ് ശരിക്കും ഈ PG സംഭവത്തിൽ ആദ്യം ഈ ദൃശ്യങ്ങൾ സമാഹരിച്ചത് എങ്കിലും പുറത്തു വരുന്നത് ഈ സുജിത്തിന്റെ ദൃശ്യങ്ങളാണ്. അതിൻ്റെ മുൻപ് ഇപ്പം ഇവരെല്ലാം ഈ സർവീസിൽ തന്നെ നിൽക്കുകയാണല്ലോ. അതിന് മുൻപ് 144 പേർ പുറത്ത്, 729 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം, 329 വരെ സസ്പെൻഡ് ചെയ്ത സാഹചര്യം. അങ്ങ് പറയുന്ന CPM ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ CCTV പുറത്തു വരുന്നതിന് മുൻപുള്ള സംഭവങ്ങളിൽ ഇത്രയും ഗൗരവത്തോടെയുള്ള നടപടികൾ എടുത്തത് ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അതിനെ അങ്ങ് എങ്ങനെയാണ് വിശദീകരിക്കുക? അപ്പോൾ എന്ത് നടപടിയാണ് എടുത്തത്? 144 പേരെ പുറത്താക്കിയില്ലേ? കയ്യിൽ കിട്ടാൻ 2 വർഷം പോരാടികളൊക്കെ സാർ, ഈ കുന്നംകുളമല്ല ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞല്ലോ 144 പേരല്ല, 244 പേര് ക്രിമിനലുകളാണെങ്കിൽ അവരെ പുറത്താക്കേണ്ടി വരും. എന്തുകൊണ്ട് ക്രിമിനൽ സ്വഭാവമുള്ള വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവിടെയാണ് ഞാൻ മറുചോദ്യങ്ങൾ ചോദിച്ചത്. മുൻപ് UDF സർക്കാരിന്റെ കാലത്തുണ്ടായ വിവിധ സംഭവങ്ങൾ. അല്ല, ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. അതായത് LDF അത് ഒരു കാര്യം ഞാൻ പറയാം. CPI എപ്പോഴും പറയുന്ന അഭിപ്രായമുണ്ട്. CPI എന്താ പറയുന്നതെന്ന് അറിയാമോ? LDFന്റെ പോലീസ് നയമല്ല ഇവിടെ നടപ്പാകുന്നത് എന്നവർ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴ എൽദോസ് CPI MLAക്ക് അടികിട്ടി. എറണാകുളത്ത് CPI ജില്ലാ സെക്രട്ടറി ശ്രീ രാജു മരിച്ചുപോയി, അടികിട്ടി. അന്നൊക്കെ CPIയുടെ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. 2 തരത്തിലുള്ള നിലപാടെടുത്തു, അത് വേറെ വിഷയം. പക്ഷേ ഇത് LDFന്റെ നയമല്ല, പോലീസ് നയമല്ല എന്ന് തൃശൂർ പൂരത്തിന്റെ കലക്കനെ സംബന്ധിച്ച് അപ്പോഴും പറഞ്ഞവര്. അപ്പൊ LDFന്റെ പോലീസ് നയമല്ലത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം CPMന്റെ നയമല്ലെന്ന് ഞാൻ പറയാൻ കാരണം കൂത്തുപറമ്പ് വെടിവെപ്പ് കേസ് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അന്ന് MV രാഘവനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന് MV രാഘവന്റെ കുടുംബത്തെ ഈ CPM കൂടെ കൂട്ടുകയും MV നികേഷ് കുമാർ അവരുടെ ഏതെങ്കിലും ഒരു ഘടകത്തിലെ മറ്റേ നയം രൂപീകരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയായി മാറുകയും ചെയ്തില്ലേ? അപ്പൊ ഇവർക്ക് എന്ത് പോലീസ് നയമുള്ളത്? ഇവർക്ക് എന്ത് പാർട്ടി സ്നേഹമുള്ളത്? ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ, പോലീസ് എഴുതി കൊടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി വായിച്ചത് ആ ഭാഷ കേട്ട് അറിയാം, ഉള്ളതാണ്. എന്തൊക്കെയുള്ള ഭാഷ കേട്ട് അറിയാം ആരാ എഴുതി കൊടുക്കാന്ന്. അതിൽ പറഞ്ഞത് ഒരു CPM നേതാവ്, കണ്ണൂരാൻ തോന്നുന്നു, അദ്ദേഹം പോലീസിനോട് കയർത്തുന്നാ പറഞ്ഞത്. അങ്ങനത്തെ ഒരു കേസില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കേസ് എന്നാ പറഞ്ഞത്? ഇവിടെ DYFIക്കാരൻ മരിച്ചു, SFIക്കാരൻ അടികിട്ടി, CPM ലോക്കൽ സെക്രട്ടറിക്ക് അടികിട്ടി, ഒരുപാട് പേർക്ക് അടികിട്ടി. ഇതൊക്കെ CPMകാരാ. ഇവരുടെ കാര്യം കൂടി പറയേണ്ട ഒരു ഉത്തരവാദിത്തം UDFന് വന്നു എന്നുള്ളതാണ് ഈ ഭരണത്തിലേക്ക് എത്തിയത്. കുടുംബത്തിലെ കണ്ണീരൊഴുക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി പറയേണ്ട ഒരു അവസ്ഥ UDFനാ വന്നത്. CPM MLAമാർ പറഞ്ഞില്ലല്ലോ അവരുടെ സഖാക്കൾക്ക് അടികിട്ടിയത്. അപ്പൊ പോലീസ് നയം എവിടെ? പോലീസ് ആരെയൊക്കെയാ തല്ലുന്നത്? കണ്ണിൽ കണ്ടവരെ എല്ലാം തല്ലുന്ന പോലീസിനെ ഒരു ആഭ്യന്തരമന്ത്രി സംരക്ഷിക്കുമ്പോൾ ദുർബലമായ ഒരു വാദമാണ് നിയമസഭയിൽ കണ്ടത്. നമ്മൾ സാധാരണ പോലെ കാണുന്ന പിണറായി വിജയനെ നിയമസഭയിൽ കണ്ടില്ല. ഒരു ദുർബല വാദം ഉന്നയിക്കുന്ന പിണറായി വിജയനാണ് കണ്ടത്. ഇന്ന് മൊത്തത്തിൽ എല്ലാവരുടെയും പെർഫോമൻസ് മോശമായിരുന്നു എന്നതാണ് സ്വതന്ത്ര ബുദ്ധി അത് നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുക. റോജി M. ജോൺ മുതൽ എല്ലാവരും മോശം പെർഫോമൻസ് ആയിരുന്നു, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമല്ല. ഞാൻ ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്.